ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുഡ് ഫെസ്റ്റാണ്. ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഫുഡ് ഫെസ്റ്റ് അല്ല കേട്ടോ, കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ളൊരു ഫുഡ് ഫെസ്റ്റാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത് ഗൗഡ സാരസ്വത ബ്രാഹ്മിൻസിൻ്റെ ഫുഡ് കിട്ടുന്ന, അതായത് കൊങ്ങിണി സംസാരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഗൗഡ സാരസ്വത ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത്. GSB എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഫുഡ് കിട്ടുന്ന, അതായത് അതാണ് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫുഡ് ഫെസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കാർണകോടം എന്ന് പറയുന്ന, എറണാകുളത്ത് കാർണകോടം എന്ന് പറയുന്ന സ്ഥലത്ത് GSBയുടെ ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ അടുത്തായിട്ടുള്ള ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ 4 മണി തൊട്ട് 8 മണി വരെയാണ് അവർ ഫുഡ് ഫെസ്റ്റിൻ്റെ ടൈം പറഞ്ഞിരുന്നത്. ഈ GSB കമ്മ്യൂണിറ്റിയിലുള്ള മുതിർന്ന അംഗങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഓർഗനൈസ് ചെയ്ത ഒരു ഫുഡ് ഫെസ്റ്റാണ് ഇത്. അപ്പോൾ എന്താ പറയുക, ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് അവർ വീടിൻ്റെ കുറച്ച് പറമ്പുള്ള ഒരു വീട്ടിൽ, അതായത് ചന്ദ്രോദയം എന്ന് പറയുന്ന ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫുഡ് ഫെസ്റ്റ് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ ഫംഗ്ഷന് ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ എത്തി. അപ്പോൾ വിശിഷ്ടാതിഥിക്ക് പൊന്നാട അണിയിക്കുന്നതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആള് ഇത് എന്താ പറയുക, GSB കമ്മ്യൂണിറ്റിയുടെ കുറേ പണ്ടുള്ള ഹിസ്റ്ററിയൊക്കെ പറഞ്ഞ് കുറച്ച് പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അതായത് GSB എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി പണ്ട് ഗോവയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ പോർച്ചുഗീസുകാർ വന്നിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട്. ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും ഈ പോർച്ചുഗീസുകാർ വന്നിട്ട് എന്താ പറയുക, ഈ കമ്മ്യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യാനും പിന്നെ അവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക കൊള്ളയടിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴേക്കും അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കമ്മ്യൂണിറ്റി ഇങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാവരും ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറിപ്പോയി. അപ്പോൾ അങ്ങനെ ഉള്ള പോയ സമയത്ത് കുറച്ച് പേര് ഇവിടെ എറണാകുളത്തല്ല, കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വന്നിട്ട് കൊച്ചി രാജാവ് അവർക്ക് സ്ഥലമൊക്കെ കൊടുത്ത് അവരെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുക സ്റ്റേ ചെയ്യുന്നത് ഫോർട്ട് കൊച്ചിയിൽ ഒരു ടെമ്പിൾ ഉണ്ട്. കേരളത്തിലുള്ള GSBയുടെ ഏറ്റവും വലിയ അമ്പലമാണ് കൊച്ചിയിലുള്ള ആ അമ്പലം. അപ്പോൾ അവിടെ ആ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി അംഗങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുന്ന കൊങ്ങിണി ഫുഡ് ഫെസ്റ്റൊക്കെ കോമൺ ആണ്. പക്ഷേ ഇവിടെ കാർണകോടത്ത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം ഓർഗനൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കൂട്ടായ്മകൾ ഇവിടെ നമ്മുടെ സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ആളുകൾക്ക്, പ്രായമായ നമ്മുടെ അമ്മച്ചിമാർക്കൊക്കെ പെൻഷൻ നൽകുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കാരണം വളരെ ഈ സംരംഭം നന്നായിട്ട് മുമ്പോട്ട് പോകാൻ ആലോചിച്ചപ്പോൾ ഒറ്റയടിക്ക് സംബന്ധിച്ച വ്യക്തികളാണ് രാധാകൃഷ്ണനും ഭാര്യലതി. ഏറ്റവും കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും സൗകര്യപ്രദമായി ഇങ്ങനെ സ്ഥലമുള്ളപ്പോൾ വേറെ എവിടെ നമ്മൾ പോകണം എന്ന് ചോദിച്ച് ഇതിന് സമ്മതം തന്ന രണ്ടുപേർക്കും TVK ഗ്രൂപ്പിന്റെ വകയായിട്ടും എല്ലാവരുടെ പേരിലും വളരെയധികം നന്ദിയും സന്തോഷവും പ്രകടിപ്പിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യാൻ എനിക്ക് വളരെയധികം താല്പര്യപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. കാർണകോടത്തെ മുതിർന്ന പൗരന്മാരുടെ ഗ്രൂപ്പായ വാനപ്രസ്ഥ, ലോർക്കൻസ് വാനപ്രസ്ഥ ഗ്രൂപ്പ് നടത്തിയ കൊങ്ങിണി ഫുഡ് മേള ഇപ്പോൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ കാർണകോടം ചന്ദ്രമതി ലൈനിലുള്ള ചന്ദ്രോദയം വീട് വളപ്പിൽ ഏകദേശം 300-400 പേര് ഇപ്പോൾ ഉണ്ട്. 8 മണി വരെ ഇത് നടക്കുന്നതായിരിക്കും. എല്ലാ കൊങ്ങിണിമാരുടെ പ്രത്യേക തനതായ ഭക്ഷണം, പത്രോടോ ഹിട്ടു, അങ്ങനെ ഹെർബൽ സാപ്പോളോ, ക്യാബേജ് ആപ്പോളോ, മുരിങ്ങയിലെ ദോശ, കേസത്ത് ഭംഗിയൻ നടന്നിട്ട്
ఈ అధిపత్య సంబరం ఉంది అనగాచే చాంది చేయాలని వస్తాము అని നമ്മൾ സ്റ്റോറിലേക്ക് പോയി. അപ്പം അവിടെ പല രീതിയിലുള്ള പയറ് വർഗ്ഗങ്ങളുണ്ടായിരുന്നു. അപ്പം നമുക്ക് രാജ്മയുണ്ട്, പിന്നെ നമ്മുടെ ഒവ്രോ എന്ന് പറഞ്ഞിട്ട് ഗശിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ഇടുന്ന കുറച്ച് ധാന്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. പിന്നെ പപ്പടത്തിൻ്റെ പല വെറൈറ്റി ഉണ്ടായിരുന്നു. പപ്പടത്തിൻ്റെ വെറൈറ്റി എന്ന് പറയുമ്പോൾ ബീട്രൂട്ടിൻ്റെ ഉണ്ടായിരുന്നു, മസാല പപ്പടം ഉണ്ടായിരുന്നു, ചക്ക വെച്ചിട്ടുള്ള പപ്പടമുണ്ട്, പിന്നെ പാലക്ക ചീരയുടെ പപ്പടമുണ്ട്, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പപ്പടമുണ്ട്, പിന്നെ തക്കാളിയുടെ പപ്പടമുണ്ട്, പിന്നെ മുളക് പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ സാദാ പപ്പടം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ എള്ളുണ്ട, പിന്നെ ഇത് മോത്തിച്ചൂറിൻ്റെ ലഡ്ഡുവാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഇതില്ലേ മാങ്ങയുടെ ഒരു ഹലുവ പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, അംസേട്ട് എന്ന് പറഞ്ഞിട്ട്, അതുണ്ടായിരുന്നു. പിന്നെ ഡയമണ്ട് കിട്ടുമല്ലോ നമുക്ക്, അതിൻ്റെ തന്നെ സ്വീറ്റ് ഡയമണ്ട് ഉണ്ട്. അപ്പോൾ അത് 2 രീതിയിലുണ്ടാക്കും. ഒന്ന് ശർക്കര പാനിയിലിട്ടിട്ടും, പിന്നെ എന്താ പറയുക, സാധാരണ നമ്മുടെ ഷുഗർ അതിൻ്റെ സിറപ്പിലിട്ടിട്ടും ഉണ്ടാക്കും. അതുണ്ടായിരുന്നു. പിന്നെ വറുത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതല്ലാതെ തന്നെ ഓരോ ടൈപ്പിൽ പിക്കിളുണ്ട്. പിക്കിളിൻ്റെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം കുട്ടികളെയും കൊണ്ടിട്ടാണ് പോയത്. അപ്പോൾ കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ബാക്കിയുള്ള സ്റ്റോളിലേക്കും കൂടി എന്തുണ്ടെന്നും പറഞ്ഞ് നോക്കാൻ പോയി. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ തിരക്കുണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ ഫ്രഷായിട്ട് കിട്ടുന്ന കുറേ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ട് കുട്ടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അരിനെല്ലിക്ക, പിന്നെ എന്താ പറയുക, ചക്കച്ചുള ഉണ്ടായിരുന്നു, പിന്നെ മാങ്ങ, പിന്നെ ചക്കയുടെ കുരു ഉണ്ടല്ലോ, കുരു ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് എന്താ പറയുക, ശരീരം തണുപ്പിക്കാനായിട്ട് വാട്ടർ മെലോൺ ജ്യൂസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കസ്കസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും തിരക്ക് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് വാട്ടർ മെലോൺ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, കൊണ്ടാട്ടം പല രീതിയിലുള്ളതുണ്ടായിരുന്നു അവിടെ. ഗാർലിക് കൊണ്ടാട്ടം ഉണ്ടായിരുന്നു, പിന്നെ സാബുദാനയുടെ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു, പിന്നെ തമ്പിളേ പൊടി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഒരു പൊടിയാണ് അത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വറുത്തിട്ടാണ് അത് പൊടിച്ചെടുക്കുക. ഇത് നാളികേരം വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അത് കൊങ്ങിണി ഫുഡ് തന്നെയാണ്. പിന്നെ ഈ തേൻനെല്ലിക്ക ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരിടത്തുണ്ടായിരുന്ന സ്പെഷ്യാലിറ്റി. അത് കൊങ്ങിണി ഫുഡല്ല, എന്നാലും അതൊരു സ്പെഷ്യലായിട്ട് കണ്ടൊരു സംഭവമായിരുന്നു. പിന്നെ പിക്കിള് തന്നെ നമ്മുടെ എന്താ പറയുക, ഡ്രൈഡ് പിക്കിളുണ്ട്. അത് പുഡികലലെന്ന് പറയും. അപ്പോൾ ആ സംഭവം കുറേ സംഭവം നമ്മൾ എന്താ പറയുക, നെല്ലിക്ക ഇടാറുണ്ട്, പിന്നെ പുളി ഇടാറുണ്ട്, പിന്നെ മാങ്ങയുടെ ഇടാറുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊങ്ങിണി സ്പെഷ്യൽ ഫുഡ് തന്നെയായിരുന്നു കൂടുതലും, എന്നാലും മിക്സഡ് ആയിട്ട് എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ ബാക്കിയുള്ള സ്റ്റോളിലും കൂടി എന്തുണ്ടെന്നൊക്കെ നോക്കാനായിട്ട് നമ്മളിങ്ങനെ കറങ്ങി. എല്ലായിടത്തും അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ലൈവ് കൗണ്ടർ ഉണ്ടായിരുന്നു, ഫുഡ് കൗണ്ടേഴ്സ് ലൈവ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഹിട്ടു എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ ഇതില്ലേ, പ്ലാവില കൊണ്ടിട്ട് ഒരു കുമ്പിൾ പോലെ കുത്തിയിട്ട് അതിൻ്റെ അകത്ത് ദോശമാവ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് തുറന്നു കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അത് നമ്മുടെ ഒരു ടൈപ്പ് ചമ്മന്തിയും, പിന്നെ കുറച്ച് എന്താ പറയുക, ഒരു ടൈപ്പ് പിക്കിളൊക്കെ വെച്ചിട്ടാണ് കഴിക്കുക. അതുണ്ടായിരുന്നു. അത് മേടിച്ചു കേട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ദാഹിച്ചുകൊണ്ട് കുറച്ച് വാട്ടർ മെലോൺ ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് തണുപ്പിച്ചു. സൂര്യയും സന്ധ്യ ചേച്ചിയും ഉണ്ടായിരുന്നതുകൊണ്ട് മോൻ്റെ കാര്യം വറി ചെയ്യാതെ തന്നെ ഇതൊക്കെ ഒന്ന് പോയിട്ട് കാണാനും കവർ ചെയ്യാനും പറ്റി. അപ്പോൾ അവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മൾ ലൈവ് കൗണ്ടറിലേക്ക് പോയി. അവിടെ എന്തൊക്കെയുണ്ടെന്ന്, അവിടെയായിരുന്നു ഏറ്റവും നല്ല തിരക്ക്. അവിടെ ദോശയുടെ പല പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ ഗോലി സോഡ എന്ന് പറഞ്ഞിട്ടൊരു സോഡയില്ലേ, അതുണ്ടായിരുന്നു കേട്ടോ. അതിന് നല്ല തിരക്കായിരുന്നു. പിന്നെ ഈ കൊണ്ടാട്ടം തന്നെ കുറേ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ചീരയൊക്കെ ഓരോ ചീരയൊക്കെ വെച്ചിട്ടുള്ള കൊണ്ടാട്ടമുണ്ട്. പിന്നെ വറ്റൽമുളക് ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പടം ആയിരുന്നു മെയിനായിട്ട്. പപ്പടത്തിൻ്റെ വെറൈറ്റി കുറേ ഉണ്ടായിരുന്നു. പിന്നെ പുഡികലരെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ വെറൈറ്റിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദോശ കൗണ്ടറിൻ്റെ അവിടെ പോയി. അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് ഇങ്ങനെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചീരയുടെ ദോശയുണ്ട്. ഒരു ടൈപ്പ് ചീര ഇട്ട് മുരിങ്ങയില ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ക്യാബേജിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ എന്താ പറയുക, ഇതില്ലേ കരിക്കിൻ്റെ ഉണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ വേറൊരു പലഹാരമാണ്. ഹോളിയുടെ ടൈമിലാണ് സാധാരണ ഉണ്ടാക്കുക. റൊൺടോസ് എന്ന് പറയും. അതൊരു തരം പരിപ്പ് കറി ഉണ്ടല്ലോ, പരിപ്പ് കറിയുടെ കൂട്ടത്തിലാണ് അത് കഴിക്കുക. അപ്പോൾ
ഹോളി കുളിച്ചിട്ട് എല്ലാവരും ഈ മഞ്ഞൾ വെള്ളമൊക്കെ കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും വീട്ടിൽ ഇതുണ്ടാക്കി വെക്കും. ഇതാണ് അന്നത്തെ ദിവസത്തെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അരിപ്പൊടി വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വറുത്ത് കോരിയെടുക്കും. കാണുമ്പോൾ ഒരു ഭൂരി പോലെ ഇരിക്കും. പക്ഷേ അതിൻ്റെ എന്താ പറയുക, അത്രയും വൈറ്റ് കളർ തന്നെ ഉള്ളപ്പോൾ നമ്മൾ കോരിയെടുക്കും. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് അതിൽ ഇതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക, ദാൽ കറി ഒഴിച്ചിട്ട് കഴിക്കും. അതാണ് റൊണ്ടോസ് എന്ന് പറയുന്നത്. പിന്നെ പലതരം ബജ്ജി ഉണ്ടാക്കും. ബജ്ജിയിൽ തന്നെ നമുക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ബജ്ജ. പിന്നെ ഈ ദോശ എടുക്കുന്ന കൗണ്ടറിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെയായിരുന്നു ഇത് വിനായക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാരണകോട് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കാറ്ററിംഗ് കം ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നവരാണ്. അവരുടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വില വിവരങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ 2 ദോശ അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൗണ്ടറിൽ തിരക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ അവിടെ തന്നെ വട, പിന്നെ എന്താ പറയുക, നമ്മുടെ മുളകുണ്ടല്ലോ, മുളകിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് കഴിക്കുന്നത്? ചീരദോശ. എങ്ങനെയുണ്ട്? പിന്നെ ബസൽ ലഡു എന്ന് പറഞ്ഞിട്ട് ഒരു ലഡു ഉണ്ട്, അതുണ്ടായിരുന്നു. പിന്നെ പൊരി വെച്ചിട്ട് നമുക്കൊരു എന്താ പറയുക, ഈ മിക്സ്ചർ പോലെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, അവലുണ്ടല്ലോ, അവലിൽ വെച്ചിട്ടും ഇതുപോലെ മിക്സ്ചർ പോലെ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു എരിവുള്ള ഒരു ടൈപ്പ് ദോശയാണ്. ഖർബസ പോളോ എന്ന് പറയും. അപ്പോൾ അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പോളോ എന്ന് പറഞ്ഞാൽ ദോശ കേട്ടോ. പിന്നെ നമ്മുടെ എന്താ ഒരു വേറൊരു അപ്പം പോലെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് ഈ കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാബേജ ഉണ്ടി എന്നാണ് അതിന് പറയുക. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ വേറൊരു ദിവസം ഇടാം കേട്ടോ. അപ്പോൾ അത്രയായിരുന്നു. അപ്പോൾ സ്റ്റോളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു. വീട്ടിലുണ്ടാക്കാൻ പറ്റാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ കുട്ടികൾക്ക് കുറച്ച് അവിടെ ഉണ്ടായിരുന്ന ഫുഡും ഒക്കെ മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ.